വചനാധിഷ്ഠിതമായ ജീവിതശൈലിയിലൂടെ ഇടവക ജനങ്ങളെ ദൈവസ്നേഹത്തിൽ വളർത്തുവാൻ പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച നിമിഷങ്ങൾ. ദിവ്യബലിയോടുകൂടി ആരംഭിക്കുന്ന ശുശ്രൂഷകൾക്ക് ഇടവക ജനം ഒരേ മനസ്സോടെ ബലിപീഠത്തിന് മുമ്പിൽ ദൈവത്തെ ആരാധിച്ചപ്പോൾ വിവാഹവ്രത നവീകരണ വാഗ്ദാനത്തിലൂടെ വൈദികൻ ദമ്പതിമാരെ ജീവിതത്തിന്റെ പുതിയൊരു ദൈവാനുഭവത്തിലേക്ക് ഉയർത്തിയപ്പോൾ ഇടവക ജനങ്ങളുടെ പരസ്പര സ്നേഹ കൂട്ടായ്മ പങ്കുവയ്ക്കുന്ന സ്നേഹവിരുന്ന്. ഇടവകയിലെ ഏറ്റവും പ്രായം കൂടിയ ഭാര്യാഭർത്താക്കന്മാരെയും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നവവധൂവരന്മാരെയും ആദരിച്ചപ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനം ഇടവകയിൽ പുതിയൊരു ദൈവിക ചൈതന്യത്തിന്റെ സ്നേഹോത്സവമായി മാറി. വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട മാത്യു നായിക്കവറമ്പലച്ചൻ്റെ നേതൃത്വം നടത്തിയ കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആ ആത്മീയ ഗുണങ്ങൾ ഇന്നും ഈ ഇടവകയിൽ മക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഫലമായിട്ട് ഈ ഇടവകയിൽ ഒരു ആത്മീയ ഉണർവ് ഉണ്ടായി എന്ന് വേണം പറയുവാൻ. പലർക്കും വ്യക്തിപരമായ അനുരഞ്ജന കൃപകൾ ലഭിച്ചിട്ടുണ്ട്. കൂദാശയിൽ പങ്കെടുക്കാതെ പ്രാർത്ഥനാനുഭവമില്ലാതെ കഴിഞ്ഞിരുന്ന ഇടവമക്കൾ ദിവ്യബലിയിൽ പങ്കെടുക്കുവാനും കൂടുതൽ ആഴപ്പെട്ട വിശ്വാസത്തിൽ വളരുവാനും അവർക്ക് സാധിച്ചു. അങ്ങനെയുള്ള നല്ല ഒരു ആത്മീയ ഉണർവ് ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് ഫലമായിട്ട് ഇടവയ്ക്ക് ലഭിച്ചു. അതിന് ഞാൻ പ്രത്യേകം ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് നന്ദി പറയുകയാണ്. ഇടവകൾക്ക് ലഭിച്ച ആത്മീയ ഉണർവ് ഇനിയും അത് നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കാൻ പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ബൈബിളിൻ്റെ അവസാനത്തെ പുസ്തകം ഏതാണ്? വെളിപാട്. ആ വെളിപാടിൻ്റെ തുടക്കത്തിൽ തന്നെ 7 സഭകളെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇനിയും നവീകരണം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് 7 സഭകളെ ഈ ഗ്രന്ഥകാരൻ യോഹന്നാനാണെന്ന് ചിലർ പറയും, ആരുമായിക്കൊള്ളട്ടെ, കർത്താവിനാൽ അരൂപിയാൽ പ്രേരിപ്പിക്കപ്പെട്ടവൻ ആവശ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, എൻ്റെ വചനം പറയുന്നു, ആ വചനം അനുസരിച്ച് ജീവിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നു. എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട്. ഈ വചനം ശ്രദ്ധിക്കണം. എല്ലാം നന്നായിട്ട് ചെയ്യുന്ന സഭകളോടാണ് അപ്പോസ്തലൻ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആ വെളിപാട് കിട്ടിയവൻ പറയുന്നത്, എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് എന്ന്. അവിടെ ഇരിക്കുന്നവരെയും വലതുവശത്തും ഇടതുവശത്ത് ഇരിക്കുന്നവരെ ഞാൻ നോക്കുന്നില്ല എന്നൊന്നും വിചാരിക്കരുത്. എനിക്കങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്ന സ്വഭാവമില്ല. നേരെ നോക്കിയില്ലെങ്കിൽ ഞാൻ താഴെയായിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങളെയൊക്കെ കാണുന്നുണ്ട് മനസ്സിൽ. അപ്പോൾ എങ്കിലും നിനക്കെതിരെ എനിക്കൊന്ന് പറയാനുണ്ട് എന്ന് സദാ നമ്മുടെ ഉള്ളിലൊരു സ്വരം മുഴങ്ങുന്നുണ്ട്, മനസാക്ഷിയുടെ സ്വരം. എന്താണ് കർത്താവേ, എവിടെയാണ് കുറവ്, പറഞ്ഞു തരിക എന്ന് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു തരും. നിന്നിൽ സ്നേഹം മന്ദീഭവിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തെ മരവിപ്പ് ബാധിക്കുന്നുണ്ട്, ഉണരുക, നിന്നിൽ ആസന്ന മരണമായിരിക്കുന്നതിന് ഉത്തേജിപ്പിക്കുക എന്ന്. പതുക്കെ പതുക്കെ ഈ മരവിപ്പ് കടന്നു വരുന്നത് പതുക്കെയാണ്. ശാസ്ത്രജ്ഞന്മാർ പരീക്ഷണം നടത്തി തെളിയിച്ചിട്ടുണ്ട്. നല്ല ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു തവളയെ പിടിച്ചിട്ട് കൊടുത്താൽ തവള എന്തു ചെയ്യും?
ഉടൻ ചാടി പുറത്തു വരും. പ്രാണരക്ഷ, ജന്തുസഹജമായ വികാരം. ഇതേ തവളയെ തണുത്ത വെള്ളത്തിലേക്ക് ഇടുക, അത് വളരെ സുഖമായിട്ട് അവിടെ കിടക്കും. പതുക്കെ ഈ തണുത്ത വെള്ളം ചൂടാക്കിക്കൊണ്ടിരിക്കുക. തവള അറിയില്ല, തവള സുഖമായിട്ട് അവിടെ കിടക്കും. ഇതിങ്ങനെ ചൂട് കൂടി 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 അവസാനം തിളക്കുമ്പോഴും തവള സുഖമായിട്ട് അവിടെ മരിച്ചു വീഴും, അറിയില്ല. ഇതാണ് പതുക്കെ മരവിപ്പ് ആത്മാവിലേക്ക് ആസന്ന മരണമായതിനെ ഉത്തേജിപ്പിക്കാനായിട്ടാണ് ഈ 4-5 ദിവസങ്ങളിലൊക്കെ നമ്മൾ വചനത്തിൻ്റെ ചുറ്റും കൂടിയിരുന്നത്. അത് ഉത്തേജിപ്പിച്ചെങ്കിൽ വീണ്ടും മരവിപ്പ് ബാധിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മിലൊക്കെ അനന്യ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗമുണ്ട് നമ്മിലൊക്കെ. എന്താണെന്നറിയാവോ? കർത്താവിന് മുഴുവനും വേണം, പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സർവശക്തിയോടും കൂടെ കൊടുത്തെങ്കിലേ ദൈവത്തിന് സ്വീകാര്യത ദൈവത്തിൽ നിന്ന് നേടാനായിട്ടൊക്കൂ. നമ്മളൊക്കെ മുഴുവനും കൊടുക്കുന്നവരൊന്നുമല്ല. ആദിമ ക്രൈസ്തവര് ഉള്ളതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു, ആവശ്യക്കാരന് കൊടുത്തു. വലിയ ലോകം കണ്ടിട്ടില്ലാത്ത മാതൃക, സാഹോദര്യം, ഇത് കണ്ടിട്ടാണ് ഇതിൽ ആകർഷിക്കപ്പെട്ട് പല മനുഷ്യർ സഭയിലേക്ക് വന്ന് സഭയിൽ വലിയ എണ്ണക്കൂടുതലുണ്ടായത്. ഇതെല്ലാം കണ്ടിട്ട് അനന്യാസും കെട്ടികൾക്കും പുറത്തു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. അവർക്ക് അകത്ത് കയറണം. അകത്ത് കയറണമെന്നുണ്ടെങ്കിലും എല്ലാം വിട്ടിട്ട് എല്ലാം കൊടുക്കാനായിട്ട് അവർക്കൊട്ട് മനസ്സുമില്ല. കാരണം എങ്ങാനും പെശകിപ്പോയാൽ ജീവിതം പിന്നെയും തുടങ്ങണ്ടേ. അതിനൊരു ഭാഗം ഭാര്യയോട് പറഞ്ഞിട്ട് വിറ്റ് കിട്ടിയതിൻ്റെ ഒരു ഭാഗം, ബൈബിൾ ഇങ്ങനെയാണ് പറയുന്നത്, വിറ്റ വിലയുടെ ഒരു ഭാഗം ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ഇത് മാറ്റിവെച്ചിട്ടാണ് സമ്പൂർണ്ണ സമർപ്പണത്തിൻ്റെ വ്യാജേന നമ്മൾ കുർബാനക്കൊക്കെ കാഴ്ചവെപ്പിൻ്റെ നേരത്ത് പാടുന്നത് പോലെ നാഥ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു, പോരെങ്കിൽ അവളെയും സമർപ്പിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയും. പക്ഷേ മടിക്കുത്തിൽ എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ചിട്ടാവും നമ്മളത് പാടുന്നത്. അപ്പോഴാണ് പ്രശ്നമാകുന്നത്. മരവിപ്പ് പതുക്കെ വരും. നിനക്ക് ഒരു കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ പോയ വഴിയിൽ പിന്നെ പുല്ല് കിളുത്തിട്ടില്ല എന്ന് സുവിശേഷം പറയുന്നുണ്ട്. കാരണം ആ കുറവ്, അവൻ ധനികനായിരുന്നു, അത് വിട്ടുള്ള കളി അവന് പറ്റില്ല. എല്ലാം ഭംഗിയായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് വിട്ട് പണിയില്ല. അവൻ രക്ഷയുടെ വഴിയിൽ നിന്ന് അന്ന് അകലുകയായിരുന്നു. മറ്റൊരുവൻ കൂട്ടിവെച്ചിരുന്ന ഒരാൾ ഞാൻ അപഹരിച്ചിട്ടുള്ളതെല്ലാം ഒന്നിന് പകരം 4 കൊടുത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ രക്ഷയുടെ വഴിയിലേക്ക് കർത്താവിലേക്ക് അവൻ ആശ്രയിക്കുകയാണ്. ഇതൊക്കെയാണ് ഓർത്തിരിക്കേണ്ടത് എന്ന്. മടുപ്പ് കൂടാതെ നിരന്തരമായിട്ട് ആത്മശോധന നടത്തുക. എന്താണ് എനിക്ക് കുറവ്? എന്താണ് എനിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്? എങ്ങനെയാണ് എൻ്റെ ശരീരത്തിന്, ആത്മാവിന്, മനസ്സിന് ദൈവസ്നേഹത്തിൻ്റെ മരവിപ്പുണ്ടാകുന്നത് എന്ന്. നമ്മൾ സ്നേഹപൂർവകമായ സഹവാസം ഉറപ്പുവരുത്തുക. ഇങ്ങനെ ഇരിക്കുമ്പോൾ തണുപ്പൊന്നും തോന്നുന്നില്ല, കുറച്ച് ചൂടുണ്ട്. വേറൊരു ദിവസമായിരുന്നെങ്കിൽ ഉഷ്ണമായിരുന്നേനെ. അത് പ്രകൃതിയിലെ ചൂട് മാത്രമല്ല, നമ്മൾ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ പ്രസരിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ ചൂട് കൊണ്ട് കൂടിയാണത്. അത് മനസ്സിലാക്കണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തിൻ്റെ ചൂട്, വിശ്വാസത്തിൻ്റെ മാഗ്നറ്റിസം നമ്മിൽ പ്രവർത്തിക്കും. അതുകൊണ്ട് നമ്മൾ ബോധപൂർവം നിന്ന് കഴിഞ്ഞാൽ എല്ലാവരും കൂടി ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാദങ്ങളിൽ നിന്ന് എന്തോ ഒരു ശക്തി ഇങ്ങനെ നുരച്ച് മുകളിലേക്ക് കയറുന്നത് പോലെ തോന്നും. കാരണം അത് വിശ്വാസത്തിൻ്റെ ചൂടാണ്, ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ ഓരോരുത്തരും അവനാവുന്നതിലും അധികം സ്നേഹിക്കുമ്പോഴാണ് കർത്താവിന് പൂർണ്ണമായിട്ട്
അത് സാധിക്കുക, ചേർന്നിരിക്കുക. കുടുംബ ബന്ധങ്ങളൊക്കെ നമ്മളെ വീർപ്പുമുട്ടിക്കാതിരിക്കട്ടെ. ചെയ്യുന്ന സ്നേഹം, കൊടുക്കുന്ന സ്നേഹം ഒക്കെ നമുക്ക് തിരിച്ചു കിട്ടും. ഓർക്കുക, ബന്ധങ്ങളിലൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, ഭാര്യ മറ്റൊരാളിനോട് മിണ്ടാൻ പാടില്ല, ഭർത്താവ് വേറൊരാളിന് ഒന്ന് ഫോൺ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ പാടില്ല. കാരണം ബന്ധങ്ങൾ സ്വതന്ത്രമായിരിക്കണം. ഏതു തരത്തിൽ ബന്ധങ്ങളുണ്ടാകണമെന്ന് ഞാൻ ആംഗ്യ ഭാഷയിൽ കാണിച്ചു തരാം. ഇതിങ്ങനത്തെ ബന്ധങ്ങളാണ് നമുക്ക് വേണ്ടത്, ഇങ്ങനെ ചേർന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാവോ? ആവശ്യത്തിനനുസരിച്ച് വായു കടന്നു വരും, നമുക്ക് യാതൊരു വീർപ്പുമുട്ടലുമില്ല, ഇങ്ങ് മാറി നിൽക്കാം, ചേർന്ന് വരാം, ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റൊരു ചേർന്നിരിപ്പുണ്ട്, ദേ ഈ സിപ്പ് പോലെ ഇതിങ്ങനെ വെച്ചാൽ ഉടനെ തന്നെ ഊരിപ്പോരണമെന്നാണ്. കാരണം വേദനിക്കും. ഇത്തരം ബന്ധങ്ങൾ കുടുംബങ്ങളിലുണ്ടാകുമ്പോഴാണ് വേർപെടലും എളുപ്പമാകുന്നത്. നമുക്ക് ഇങ്ങനത്തെ ബന്ധമല്ല വേണ്ടത്, ഇത് പ്രാർത്ഥിക്കുന്ന ചിഹ്നമാണ്. ഈ രീതിയിൽ സ്വതന്ത്രമായിട്ട് സത്യത്തിൽ ധർമ്മത്തിൽ ഒക്കെ ജീവിച്ചിട്ട് ജീവിത നവീകരണത്തിൻ്റെ യത്നങ്ങൾ ഇവിടെ സലാം പറയുകയല്ല, തുടർന്നു കൊണ്ടുപോവുക. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലറിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലറിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയാ 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 ഹല്ലേലൂയാ. ഇന്ന് എന്നെ ഇങ്ങോട്ട് വാഹനം ഓടിച്ചു കൊണ്ടുവന്നത് അമേരിക്കയിലുള്ള ജോലി ചെയ്യുന്ന ഒരു ആൻ്റണിയാണ്. ആൻ്റണി ചാലക്കുടി അടുത്തൊരു വീട് വാങ്ങിച്ചു. വീട് വാങ്ങിച്ചത് ഇനി അമേരിക്കയിൽ ജോലി ചെയ്യണ്ട, ഇവിടെ വന്ന് ധ്യാനമന്ദിരത്തിലൊക്കെ സഹായിച്ചാൽ മതി എന്ന ഉദ്ദേശത്തോടെയാണ്. അപ്പോൾ ഒരു വീട് വാങ്ങിച്ചു. വീടിന് ചുറ്റും ചതുപ്പ് നിലമാണ്, അപ്പടി കൊതുകാണ്, വീട്ടിനകത്തും കൊതുകാണ്. ഭക്ഷണം കഴിക്കാൻ വാ വിളിച്ചാൽ ആദ്യം കൊതുകാണ് അകത്ത് കയറുന്നത്, വായിക്കാത്ത. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എറണാകുളത്ത് വന്ന് ഒരു 50,000 രൂപയുടെ കൊതുകുവല വാങ്ങിച്ച് വീട് മുഴുവൻ പൊതിയാൻ പ്ലാനിട്ടു. പോകുന്നതിന് മുമ്പ് എൻ്റെ അനുവാദം ചോദിക്കാനായിട്ട് വന്നു. ആ സമയത്ത് ഡിവൈനിലുള്ള എൻ്റെ മുറിയുടെ പുറത്ത് ഒരു ചേട്ടത്തി നിൽപ്പുണ്ട്. ചേട്ടത്തി പറഞ്ഞു, എൻ്റെ മകൻ്റെ കൊച്ചിന് ഹാർട്ട് ഓപ്പറേഷൻ വേണം, 25,000 രൂപ തികയാനുണ്ട്. ഞാൻ അകത്തോട്ട് അവിടെ നിൽക്കാൻ പറഞ്ഞു. എൻ്റെ അകത്ത് വന്ന് ആന്റണിയോട് പറഞ്ഞു, ആന്റണി കൊതുകുവല മേടിക്കുന്നതിന് മുമ്പ് ഒരു വചനം എഴുതി തരാം,
ലൂക്ക 10:18-19. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം കാലത്തും വൈകുന്നേരവും ഭാര്യയും ഭർത്താവും കൂടെ 3 പ്രാവശ്യം ചൊല്ലുക. ഒരാഴ്ച കഴിഞ്ഞ് വരിക. കൊതുക് ശല്യം മാറിയെങ്കിൽ കൊതുകുവല മേടിക്കാൻ ഇരുന്നതിൻ്റെ പകുതി പൈസ ഈ മുറിയുടെ പുറത്ത് നിങ്ങൾ ചേട്ടത്തേക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു. 2 പേരോടും ഒരു തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. ആന്റണി വന്നു. 25,000 രൂപ കൈമാറി. 13 കൊല്ലമായിട്ട് ആന്റണിയുടെ വീട്ടിൽ കൊതുക് കയറുകയില്ല. 13 കൊല്ലം. പുള്ളി 1 മാസത്തേക്കൊക്കെ അമേരിക്കയിൽ നിന്ന് വരുള്ളൂ. കൊതുക് കയറുകയില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് കൊതുക് മാത്രമല്ല, ഈ വചനം പറഞ്ഞാൽ രോഗാണുക്കൾ വരെ പോകും. ഇതാ പാമ്പുകളുടെയും പറഞ്ഞേ തേളുകളുടെയും ശത്രുവിന്റെ സകലവിധ ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം നൽകുന്നു, യാതൊന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ആന്റണി ഇവിടെ നിൽപ്പുണ്ടോ? ഒന്ന് വന്നു കഴിഞ്ഞോട്ട്. ഒരിക്കൽ മദ്യപാനമൊക്കെ ഉണ്ടായിരുന്ന ആളിപ്പം അമേരിക്കയിൽ വചനപ്രഘോഷകനാണ്. ഞങ്ങളുടെ ഒരു ധ്യാന മന്ദിരത്തില് ഫാദർ ആന്റണി ദേക്കാനത്തിന് അസിസ്റ്റന്റ് ആയിട്ട്, ഇദ്ദേഹം ഫാദർ അല്ല ഗ്രാൻഡ് ഫാദറാണ്. അപ്പോ 6 കൊല്ലമായിട്ട് അവിടെയാണ് ജോലി ചെയ്യുന്നത്. മദ്യപാനമില്ല, വചനപ്രഘോഷണം. ഒന്ന് കൈയടിച്ചേ. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ കൂപ്പി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുക. എല്ലാവരും ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ നമ്മളെല്ലാവരെയും അറിയുന്ന ഈശോ വിശുദ്ധ കുർബാനയിൽ എല്ലാവരും കരങ്ങൾ കൂപ്പി കണ്ണുകളടയ്ക്കുമ്പോൾ എന്നെ ഈശോ തൊടുന്നു എന്ന വിശ്വാസത്തോടെ നിൽക്കുക. എല്ലാവരും 1-2 കരങ്ങളും ഉയർത്തിപ്പിടിക്കുക. ഇപ്പോൾ ഈശോയുടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്തേക്ക് കടന്നു വരുന്ന സമയം പ്രിയപ്പെട്ടവരെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മദ്യപാനത്തിന്റെ കെട്ടുകൾ ചിലപ്പോൾ കഴിഞ്ഞ 5 ദിവസമൊക്കെ നിങ്ങൾ അത്ഭുതം കണ്ടിട്ടുണ്ട്. ചില മദ്യപിച്ചില്ല, അതൊരു കൃപയായിട്ട് ഇപ്പോൾ കടന്നു വരും. ഇന്ന് അനേകം കുടുംബങ്ങളെ ഈശോ തൊടുന്നുണ്ട്, ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശക്തിയോടെ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ശക്തിയോടെ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, പ്രാർത്ഥിക്കുന്നു. യേശുവേ അഭിഷേകം ശക്തിയാകട്ടെ. ഈശോയെ എല്ലാവിധ ബന്ധനങ്ങളും വിട്ടുപോകട്ടെ. ഈശോയെ പ്രാർത്ഥിക്കുന്നു. ഈശോയെ കൃപ നിറയട്ടെ. ഈശോയെ അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അനുഗ്രഹിക്കണമേ. അനേകം കുടുംബങ്ങളെ ഈശോ തൊടുന്നു. ഈശോയുടെ സൗഖ്യം കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, പാപം വിട്ടുപോകുമ്പോൾ, ബന്ധനങ്ങൾ വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കും. ഇപ്പോൾ അനേകം പേരെ ഈശോ തൊടുന്നുണ്ട്, അനേകം പേരെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. അതിനാൽ പ്രാർത്ഥിക്കുക, ശക്തിയോടെ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് ഇതുവരെ എൻ്റെ കുടുംബത്തെ ബാധിച്ചിരുന്ന തിന്മകൾ, ഈ ധ്യാനത്തിൽ നിങ്ങൾ കുടുംബം സമർപ്പിച്ച നിയോഗങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ കണ്ടോ? ഈ ധ്യാനത്തിൽ നിങ്ങൾ പങ്കെടുത്തുവെങ്കിൽ ഇനി നിങ്ങൾ ഈശോയോട് ചേർന്ന് നിന്നോ? ഞാൻ ഉറപ്പ് തരുന്നു, ഈ ഈശോ അൾത്താരയിൽ നിന്ന് ഉറപ്പ് തരികയാ, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം ഇനി നിൽക്കും. നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ 3 സ്ഥലത്ത് 3 അൾത്താരയിൽ നിങ്ങൾ എന്തൊക്കെ സമർപ്പിച്ചോ അതിൻ്റെ മേലൊക്കെ ദൈവം ഇടപെടും, ദൈവം പ്രവർത്തിക്കും. ഉറപ്പുള്ള കാര്യം. ഇപ്പോൾ എല്ലാവരും ശിരസിന് മുകളിൽ കൈ കമർത്തി വയ്ക്കുക. എന്നിട്ട് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. ഈശോയെ, സ്വരമുയർത്തി, ഈശോയെ, ഈശോയെ, എന്നെയും എന്റെ കുടുംബത്തെയും അനുഗ്രഹിച്ച കർത്താവേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, എന്റെ കുടുംബത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ. ഉന്നതത്തിൽ നിന്ന് ശക്തി കിട്ടുന്നത് വരെ നഗരം വിട്ട് പോകരുതെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുവേ, പരിശുദ്ധാത്മ ശക്തി
ഞങ്ങളുടെ മേൽ അയക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അങ്ങ് മാത്രമാണ് എന്റെ കുടുംബത്തിന്റെ ഏകരക്ഷകനെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങ് മാത്രമാണ് ലോകരക്ഷകനെന്ന് ഞാൻ ഏറ്റുപറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞാൻ അവർക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടും. അവരുടെ മധ്യത്തിൽ മഹത്വമായി പ്രകാശിക്കും. ഈശോയെ, അഭിഷേകാഗ്നിയുടെ കോട്ട കെട്ടി ഞങ്ങളുടെ കുടുംബത്തെ ശത്രുവിൽ നിന്ന്, തിന്മയിൽ നിന്ന്, പൈശാചിക പീഡയിൽ നിന്ന്, രോഗപീഡയിൽ നിന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പുക. ഈശോ നമ്മളെ അനുഗ്രഹിക്കുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, ശിരസ്സ് കുനിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുക. ശിരസ്സ് കുനിച്ച് ഈശോ നമ്മളെ അനുഗ്രഹിക്കുന്നു. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. എൻ്റെ പേര് ബെന്നി ജോസഫ്. ഞാൻ ചുള്ളിക്കൽ സെൻറ്റ് ജോസഫ് ബദ്രയം പള്ളി കുടുംബ യൂണിറ്റിൻ്റെ കൺവീനറും പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറുമാണ്. ഈ ധ്യാനം എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഇത് ഒരു 2 വർഷം 15 വർഷം എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായ കാര്യമാണ്. ഏറ്റവും കുറഞ്ഞ ഒരു 5 വർഷം കഴിയുമ്പോഴെങ്കിലും ഇത് ഈ പള്ളിയിലേക്ക് വീണ്ടും വരണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഇതിനുവേണ്ടി ഒത്തിരി ബുദ്ധിമുട്ടിയ, പ്രത്യേകിച്ച് വിൻസെഷൻ അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് ഞങ്ങൾക്ക് സന്ദേശം പകർന്നു തന്ന ഇതിൻ്റെ പ്രധാന മുഖ്യ പുരോഹിതൻ ഫാദർ വർഗീസ് അച്ഛനും അതുപോലെ ഫാദർ സുബീനും ഇതിനെല്ലാം ഉപരിയായി ഈ ധ്യാനത്തിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇത് ആഗ്രഹിച്ചുകൊണ്ട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വികാരി ഫാദർ ആൻഡ്രൂസ് അച്ഛന്, അതുപോലെ സഹകാരി ഫാദർ ജെറിയച്ഛനും ഈ തരണത്തിൽ ഈ ഇടവാങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നന്ദി പറയുവാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതിലെല്ലാം ഉപരിയായി ഇതെല്ലാം ഇത്രയ്ക്ക് ഭംഗിയായി ഇതേവരെ ഈ നിമിഷം വരെ ഈ ധ്യാനം നടത്തിക്കൊണ്ടുപോകാൻ ഏറ്റവും പ്രേരകമായ ശക്തിയെ സർവശക്തനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. സെൻറ്റ് ജോസഫ് സൺഡേ സ്കൂളിലെ ഒരു മതാധ്യാപകനാണ് ഞാൻ. വളരെയധികം സന്തോഷമുള്ള ദിവസങ്ങളായിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനം ഞങ്ങളുടെ ഇടവകയിൽ നടന്നത്. ഏകദേശം 500-ലധികം കുട്ടികൾ പഠിക്കുന്നൊരു സ്കൂളാണിത്. വളരെ നല്ലൊരു അനുഭവം ഏകദേശം ഈ ഒരു ജനറേഷന് കിട്ടാവുന്ന, ഈ ഒരു തലമുറയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. കുട്ടികളായാലും വളരെയധികം പ്രസരിപ്പോടുകൂടി അവർക്ക് ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഉണർവ് ഈ ഒരു ധ്യാനത്തിലൂടെ ഉണ്ടാകുന്നത് ഞങ്ങളുടെ കണ്ണുകളിലൂടെ കണ്ടു. എല്ലാ അച്ഛന്മാരുടെ വളരെ ലളിതമായിട്ടുള്ള സരസമായിട്ടുള്ള ടോക്കുകളിലൂടെ കുട്ടികൾക്ക് ദിവ്യബലിയെക്കുറിച്ചും ഉദാശകളെക്കുറിച്ചും അതുപോലെ തന്നെ കുടുംബത്തിലെ ഒരു കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ല അറിവുകളിലൂടെ ഈ ദിവസങ്ങൾ അവർക്ക് സമ്മാനിച്ചു. അതവരുടെ ജീവിതത്തിൽ ഒത്തിരിയായിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ഉണ്ടാക്കുവാനുള്ള ഒരു വഴിയായിട്ട് മാറട്ടെ എന്ന്
പ്രാർത്ഥിക്കുന്നു. വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ ഒരു പോപ്പുലർ മിഷൻ ധ്യാനം. ഇനിയും ഇതുപോലുള്ളൊരു ധ്യാനങ്ങൾ ഈ പോപ്പുലർ മിഷൻ ഇനിയും വരുന്ന വർഷങ്ങളിൽ അല്ലെങ്കിൽ കടന്നു വരട്ടെ, അതിനുള്ളൊരു ഭാഗ്യം ഈ തലമുറയ്ക്കുണ്ടാകട്ടെ എന്ന്, അടുത്ത തലമുറയ്ക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനത്തിനെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് പറയാനുള്ളത് വർഗീസ് അച്ഛൻ്റെ സ്പീച്ച്. വർഗീസ് അച്ഛൻ എങ്ങനെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്, ഇത് ഹ്യൂമറും എക്സാമ്പിൾസും എല്ലാം കൂടെ കലർത്തിയ ഒരു ധ്യാനമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഒരു മിനിറ്റ് പോലും ഒരു ബോറടിക്കായിരുന്നില്ല. ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ്, പിന്നെ എല്ലാവരുടെ അറ്റൻഷൻ, അത് ഏത് ഏജ് ഗ്രൂപ്പിലവരായാലും ഒരിക്കലും ഒരു ഡിസ്റ്റർബ്ഡ് ആയിട്ട് തോന്നൂല. അപ്പൊ ഇത് ഫുൾ കോൺസെൻട്രേഷനിലിരുന്ന് ഈ ധ്യാനം കൂടാൻ എനിക്ക് പറ്റി. അതുമല്ല, ഏറ്റവും എടുത്തു പറയേണ്ടത് എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഈ ധ്യാനം നടത്തിയിരുന്നത്. കാരണം അതുപോലെ എല്ലാവരുടെയും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായി. ഈ ചെറുപ്പക്കാരെ പൊതുവെ എല്ലായിടത്തും ടീനേജേഴ്സിനൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. ഈ കുക്കിംഗ് അല്ലെങ്കിൽ ചായ ഉണ്ടാക്കാനെന്ന് എപ്പോഴും അമ്മമാരെ സ്ത്രീകളെയൊക്കെ ഏൽപ്പിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസം ഞാൻ കണ്ടു. കാരണം ടീനേജേഴ്സിനെയാണ് അതിനെ ഏൽപ്പിച്ചത്. അപ്പൊ അവരുടെ റെസ്പോൺസിബിൾ നേച്ചർ അത് വർദ്ധിപ്പിക്കും. ഞാൻ പിള്ളേരോട് ഞാൻ സംസാരിക്കുകയും ചെയ്തു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ, ഞങ്ങൾ അതിന് ടെൻഷനായി. പക്ഷെ ആ ഒരു ക്വാളിറ്റി, അച്ഛൻ്റെ ആ ഒരു ക്വാളിറ്റി, അതങ്ങനെ എടുക്കാനുള്ള ഒരു തീരുമാനം എനിക്ക് വളരെ വളരെയധികം ഇഷ്ടമായി. കാരണം അവർക്ക് തന്നെ ഒരു ഫീലിംഗ്, ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിവുണ്ട്. ഈ ധ്യാനം ഇവിടെ സംഘടിപ്പിച്ച വിൻസെൻഷൻ ഫാദേഴ്സിനും പിന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു, എനിക്കറിയാം ഒരു പ്രോഗ്രാം നടത്തണമെങ്കിൽ എത്ര പേര് ഇതിന്റെ പിന്നിൽ, അവരൊന്നും ഒരിക്കലും ഫ്രണ്ടിൽ വരാറില്ല. പക്ഷെ ഇതിന്റെ പുറകില് പാട്ടുകാര്, ഇതിന്റെ ക്യാമറ ക്രൂസ്, പിന്നെ ഈ ധ്യാനം സക്സസ് ആകണമെന്ന് പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ ചുള്ളിക്കൽ ഇടവകയുടെ പേരിൽ നന്ദി. എൻ്റെ പേര് അലീന ആൻ്റണി. ഞാൻ ചുള്ളിക്കൽ ഇടവക അംഗമാണ്. ഞാൻ ഈ ധ്യാനം ആദ്യമായിട്ടാണ് കൂടുന്നത്. ആദ്യം ഈ ധ്യാനത്തിനെ കുറിച്ച് കേട്ടപ്പോൾ മറ്റെല്ലാ ധ്യാനം പോലെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവിടെ വന്ന് കൂടിയപ്പോൾ എന്നെപ്പോലുള്ളൊരു യുവജനങ്ങൾ എങ്ങനെ വളരണം, എങ്ങനെ വിശുദ്ധിയിൽ നമ്മളുടെ ജീവിതം കൊണ്ടുപോകണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റി. അതുപോലെ നമ്മളുടെ മാതാപിതാക്കളോട് നമ്മൾ ചില തെറ്റുകളൊക്കെ ചെയ്തെങ്കിലും ഒരു മാപ്പ് എന്നുള്ളൊരു ഇത് പറയാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ ധ്യാനം വഴി അച്ഛൻ മാതാപിതാക്കളുടെ കാലൊക്കെ പിടിച്ച് മാപ്പ് പറയാൻ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലെന്തോ ഒരു വിടുതലൊക്കെ പോലെ ഒരു ആശ്വാസമൊക്കെ കിട്ടി. ഈ ധ്യാനം ഇവിടെ കൊണ്ടുവന്നതിനും ഞങ്ങളുടെ ഇടവകയിലെ വികാരി അച്ഛനും കൊച്ചച്ഛനും ബാക്കി എല്ലാ അംഗങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രിയങ്ക രാജു. ഞാൻ ചുള്ളിക്കൽ സെൻറ്റ് ജോസഫ് ഇടവകയിലെ 2ാം യൂണിറ്റ് അംഗമാണ്. പോപ്പുലർ മിഷൻ ധ്യാനം ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ജീവിതത്തിൽ കൂടുന്നത്. പൊതുവെ പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ഈ ധ്യാനം വഴി എനിക്ക് ലഭിച്ചത്. യുവജനങ്ങൾ നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു ധ്യാനമാണിത്. യുവജനങ്ങൾ എങ്ങനെ ആത്മീയമായും ഭൗതികവുമായും വിശുദ്ധിയിൽ വളരാമെന്ന് ഈ ധ്യാനം വഴി ഞങ്ങൾ പഠിച്ചു. എൻ്റെ പേര് വന്നിട്ട് എഡ്വിൻ. ഞാനിവിടെ പോപ്പുലർ മിഷൻ ധ്യാനത്തിനെ കുറിച്ച് ഞാൻ വിചാരിച്ചതുപോലെയല്ല. കൂടുതലായിട്ടും യുവജനങ്ങൾ അല്ലെങ്കിൽ എന്നെ പ്രായമുള്ള ആൾക്കാർ കൂടുതലായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. സാധാരണ ഇത്രയും ആൾക്കാർ വരുന്നത് ഒരു മതപരമായ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു ധ്യാനത്തിന് പോകുമ്പോഴാണെങ്കിലും മാതാപിതാക്കളാണ് കൂടുതലായിട്ടും വരുന്നത്, അതിൽ പങ്കെടുക്കുന്നതും സഹകരിക്കുന്നതും എല്ലാം. ഇവിടെ ഇപ്പോൾ കണ്ടത് എന്നെ പോലുള്ളവർ കൂടുതലായിട്ടും ഇവിടെ വന്ന് ആത്മാർത്ഥമായി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ആണ്ടുവട്ടത്തിലെ കുമ്പസാരങ്ങൾ പോലും ചിലപ്പോൾ ചെയ്യാത്തവരുണ്ട്. എൻ്റെ അറിവ് തന്നെ 10-12 വർഷമായിട്ട് കുമ്പസാരിക്കാത്തവർ ഈ ഒറ്റ ധ്യാനം കൊണ്ട് കുമ്പസാരിച്ചതായിട്ട് ഞാനിവിടെ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സ് തന്നെ അവർ 1-2 പ്രാവശ്യമൊക്കെ കുമ്പസാരിച്ചിട്ടുള്ളൂ. അവരിവിടെ വന്നിട്ട് ഇപ്പോൾ എല്ലാ പാപങ്ങളും ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ചതെന്ന് എന്നോട് തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ധ്യാനം എന്തുകൊണ്ടും നല്ല സൂപ്പർ ഒരു ധ്യാനമായിരുന്നു. കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമീശുവേ.